പണ്ടത്തെ ലെവൽ ക്രോസായി വണ്ടിയുടെ പോക്ക് കണ്ടായി ദിവാനഗർ ഇപ്പോൾ സ്കിപ്പ് അടിക്കും. വെറുതെയാണ് അത്, വെറുതെയാണ് കണ്ടോ. ഇതിപ്പോൾ കയറുന്ന ദിവാനഗർ എന്തായാലും നമ്മുടെ രാത്രിയിലെ ബസ്സിൻ്റെ അതിന് ഇതിനേക്കാളും സ്പീഡുണ്ട്. ഇതൊരു ജാതി എല്ലായിടത്തും നിർത്തി മറ്റേത് ഇങ്ങനെയല്ല കേട്ടോ. രാത്രിയിൽ ബസ്സിൻ്റെ അടിപൊളി വെറുതെ അല്ല. അതിൻ്റെ WP7 കൊടുക്കും. ഇതിന് WP4 കൊടുക്കുന്നത്. നമ്മൾ ദിവാനഗർ കയറുവാണ്, മുരിങ്ങൂർ കയറുവാണ്. മുരിങ്ങൂരിനെയാണ് ദിവാനഗർ എന്ന് പറയുന്നത്. സ്ഥലത്തിൻ്റെ പേര് മുരിങ്ങൂർ. ദിവാൻ ധ്യാന കേന്ദ്രത്തിൻ്റെ പേരിലാണ് ഈ ഒരു സ്റ്റേഷൻ. നേരത്തെ നമ്മൾ ഇരിഞ്ഞാലക്കുട നമ്മൾ റെക്കോർഡ് ചെയ്തു, പക്ഷേ നോർമലി ഒരു നമ്മുടെ റീൽസ് എടുക്കുന്ന ടൈപ്പ് വീഡിയോ നമ്മൾ ഇടും എന്തായാലും. ഈ സൈഡ് നമ്മൾ അധികം ക്യാപ്ചർ ചെയ്തിട്ടില്ലല്ലോ. പിന്നെ ഭാഗത്തിന് ഈ വിൻഡോ സീറ്റ് കാര്യം കിടക്കാക്കണമെന്നൊക്കെ നമ്മളത് നമ്മുടെ വണ്ടിക്ക് നീളമുണ്ട് കേട്ടോ ഗൈസ്. ഞാൻ ഒരു ചെറിയ വണ്ടിയാണ്, പക്ഷേ ഇതിന് 15 പോത്തോളം ഏകദേശം. എന്തൊരു ഭംഗിയെന്നൊക്കെ നമ്മൾ മൊത്തം ദിവാനഗർ എൻഡ് ടു എൻഡ് നമ്മൾ പിടിക്കാൻ പോവാണ്. പക്ഷേ അപ്പുറത്തെ സൈഡ് മിസ്സാവും എന്തായാലും. അവിടെ നമ്മുടെ വന്ദേ ഭാരത് വരുന്നുണ്ട്. KSR ബാംഗ്ലൂരിലേക്ക് പോകുന്ന നമ്മുടെ വന്ദേ ഭാരത് വരുന്നുണ്ടാവും. ആ സൈഡിൽ കയറി വരുന്നുണ്ട്. വന്ദേ ഭാരത് എക്സ്പ്രസ്. നമ്മുടെ കുട്ടികൾ വന്ദേ ഭാരതാണ് ഇപ്പോൾ. 16 കൊച്ചാവെന്ന് പറയുന്നുണ്ടായിരുന്നു. നമ്മുടെ കണ്ടാവും ദിവാനഗറിൻ്റെ ഭംഗിയുണ്ട്. എന്താ അല്ലേ, മഴ പെയ്തതിന് ശേഷം ഒരു പ്രത്യേക ഭംഗി. ബസ് പോകുന്നു. അത് നമ്മുടെ അനുകൃഷ്ണയില്ലേ പോകുന്നത്. അനുകൃഷ്ണ മുരിങ്ങൂർ വരെ പോകുന്നുണ്ട്. ഞങ്ങളുടെ അനുകൃഷ്ണയാണ് പോകുന്നത്. നമ്മുടെ ബസ് ദിവാനഗർ വിട്ട് നമ്മൾ പാർട്ടിയിലേക്ക് ട്രെയിൻ വളവ് തിരിയുന്നത് എന്താ ഭംഗി.
കാടുകുറ്റിയും ഉണ്ട്. കാടുകുറ്റി അത് വേറെയാണ്, ഇതും വേറെയാണ്. കരുക്കുറ്റി എന്ത് വയസ്സുണ്ടോ അറിയണവർ കമൻറ്റ് അടിക്കുക. കരുക്കുറ്റി വരെ ഉള്ളൂ. രണ്ടാമത്തെയാണോ എത്രാമത്തെയാണോ എന്ന് പറയണേ. വേറെ ഉണ്ടോ എനിക്കറിയില്ല. ആകെ രണ്ടെണ്ണം ഞാൻ നമുക്ക് ഒന്ന് പോകുന്നോ, അതുപോലെ ഒന്ന് നമ്മുടെ നമ്മുടെ വണ്ടി പ്ലാറ്റ്ഫോമിലേക്ക് കയറുവാണ്. ഇതൊരു ലെവൽ ക്രോസിൻ്റെ നടുക്കായിരിക്കും വണ്ടി എടുക്കുന്നത്. ഇവിടുന്ന് ബ്രേക്ക് ചവിട്ടണം. അപ്പോൾ ഇവിടുന്ന് ബ്രേക്ക് ചവിട്ടി അവിടെ എത്തുമ്പോഴേക്കും പ്ലാറ്റ്ഫോമിൽ കയറുമ്പോഴത്തേക്കും 15 km/h സ്പീഡ് റെസ്ട്രിക്ഷൻ പോകുന്ന മോട്ടോർ ബൈക്ക്. ഒരു വലിയ ഒരു വളവാണ്. അതുകൊണ്ട് തന്നെ വണ്ടി പതുക്കെ കയറുക. ഇവിടെ വെച്ചിട്ട് ഇനി ഓവർടേക്കൊന്നും ഇല്ലാന്ന് തോന്നുന്നു. നേരത്തെ ഒരു ഓവർടേക്ക് കഴിഞ്ഞു പറ്റ്ന എറണാകുളം സൂപ്പർഫാസ്റ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്ലാറ്റ്ഫോമിൽ കയറിയും തോന്നുന്നു വണ്ടി. ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഒരു ലേഔട്ട് ഞാൻ കാണിച്ചു തരാം. ഇവിടുന്ന് കയറി കഴിഞ്ഞാൽ ഇവിടെ സ്ലീപ്പറിൻ്റെ വർക്ക് എന്തോ നടക്കുന്നുണ്ട്. സ്ലീപ്പറിൻ്റെ വർക്കല്ല, അത് മാറ്റിയത് അങ്ങനെയാണെന്ന് തോന്നുന്നു. ഇവിടെ കുറേ സ്ലീപ്പേഴ്സ് കൊടുക്കുന്നുണ്ടല്ലോ നമ്മൾ. നല്ലതാണോ ഒരു സംഭവമൊക്കെ അറിയില്ല. മറ്റേതൊക്കെ വെള്ളം കണ്ടില്ല. അത്യാവശ്യം നല്ലതാണെന്ന് തോന്നുന്നു. 54A അതെന്തോ ഈ 54A എന്ന് പറയുന്നത് അതെന്താണെന്ന് അറിയണ ഒരു കമൻറ്റ് ചെയ്യാണ്. ആ വണ്ടിയുടെ നമ്മുടെ അങ്കമാലി കാലടി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുവാണ്. നമ്മുടെ വണ്ടിക്ക് ഇവിടെ ഓവർടേക്കൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. ഇന്നലെ ഏറനാട് കയറി പോയതുകൊണ്ടാന്ന് വെച്ചാൽ ഈ വണ്ടി ലേറ്റ് ആയിരുന്നു. അപ്പം ഇന്നലെ ലേറ്റ് ആയിരുന്നതുകൊണ്ട് ഏറനാട് കയറിപ്പോയി. എന്നിട്ടാണ് പിന്നെ നമ്മുടെ വണ്ടീനെ കിട്ടുന്നത്. അപ്പോൾ അതൊന്നും ഇല്ലാന്ന് തോന്നുന്നു. 56-317 നമ്മുടെ വണ്ടിയുടെ നമ്പറാണ് കിടക്കുന്നത്. ഇവിടെ പ്ലാറ്റ്ഫോമിൽ വണ്ടി നമ്പർ ഇടില്ല. അതൊക്കെ തന്നെ ഇത് കണ്ടോ ഗൈസ്. അതാണ് ഞാൻ പറഞ്ഞത്. പോകുന്നത് ഇതുപോലെ തന്നെയാണ്. പ്ലാറ്റ്ഫോമിൻ്റെ നടുക്ക് ലെവൽ ക്രോസ്. അതുപോലെ തന്നെയാണ് ഇവിടെ. നമ്മൾ അങ്കമാലി നമുക്ക് നെടുമ്പാശ്ശേരി വരെ കടന്നു. എന്താ ഇതിനുള്ള തിരക്കാണെന്ന്. ഇതിനുള്ള തിരക്ക് ജനറൽ. ഇവിടെ കറക്റ്റ് അപ്പ് ടു ഡേറ്റ് ആണ് കേട്ടോ. ചാലക്കുടിയിലൊക്കെ ഭയങ്കര അപ്പ് ടു ഡേറ്റ് ഒന്നുമില്ല. ഇവിടെയാണ് ശബരിമലയിൽ പർവ്വതമുണ്ട്. ഇവിടെയായിരുന്നു പ്ലാൻ എത്തുന്നത് അവർ. പക്ഷെ എന്തോ കാരണം കൊണ്ടത് മുടങ്ങി. കാണിച്ചത് നമ്മൾ നെടുമ്പാശ്ശേരി കാണാൻ പോവാം. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൻ്റെ പണിയും ഏകദേശം ഒരു അനിശ്ചിതത്വത്തിലാണ്. സമ്മാന സമയമായതുകൊണ്ട് പണി വർക്ക് ചെയ്യാൻ പറ്റില്ല. ഈ ലൈനാണ് തോന്നുന്നു. അല്ല, ഇത് ഷണ്ടിങ് ലൈനാണ്. ഷണ്ടിങ് ലൈനാണ് കഴിഞ്ഞിട്ടാണ്. ഈ ബ്രിഡ്ജ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ശബരിമല സ്റ്റാർട്ട്. പക്ഷേ ഈ ലൈൻ വന്നിരുന്നെങ്കിൽ ഈ റൂട്ടിലോട്ടുള്ള തിരക്ക് പതിയെ പോകാൻ വന്നില്ല.
ആയിക്കോട്ടെ. ഇതാ അവിടെ നിന്ന് ഒരു പാലക്കാട് പിന്നെ ഏകദേശം നമ്മളിപ്പോൾ പിന്നെ ബാക്ക് കോച്ച് ആയതുകൊണ്ട് നമുക്ക് ഫുൾ വ്യൂ നമ്മളിപ്പോൾ ബാക്ക് കോച്ചിലിരിക്കുന്നതുകൊണ്ടേ നമുക്ക് ബാക്ക് ഫ്രണ്ട് വരെയുള്ള ഫുൾ വ്യൂ ഉണ്ട്. കണ്ടോ, എൻ്റെ മെച്ചം ഇതാണ്. ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബാക്കിൽ ഇരിക്കാൻ തന്നെയാണ്. പക്ഷെ നമ്മൾ ആലുവ ഇനി അടുത്ത റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ കളമശ്ശേരി റെയിൽവേ സ്റ്റേഷൻ, നമ്മുടെ സ്വന്തം ട്രെയിൻ യാത്രയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് അതിൽ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ ഇരിഞ്ഞാലക്കുട, രണ്ടാമത്തെ റെയിൽവേ സ്റ്റേഷൻ കളമശ്ശേരി, മൂന്നാമത്തെ റെയിൽവേ സ്റ്റേഷൻ നോർത്ത്, നാലാമത്തെ റെയിൽവേ സ്റ്റേഷൻ എറണാകുളം ജംഗ്ഷൻ, പിന്നെ ആലപ്പുഴ, അഞ്ചാമത്തെ ആലപ്പുഴ. നല്ല കാര്യം ട്രെയിനിൽ നോക്കാണ്ട് കയറി പോവുകയും ചെയ്യും. എന്നിട്ട് പറയും വണ്ടി സ്ഥലത്തിലോട്ട് വരുമ്പോൾ നേരെ ചാടി ഇറങ്ങാൻ ദയവേദി ഇങ്ങനെ ചെയ്തായിരുന്നു. അല്ലെങ്കിൽ 2 പേര് ചെയ്തു അവരവസാനം പിടിച്ച് എന്നിട്ട് അവരെ ആലപ്പുഴ ചെന്നൈ സെൻട്രൽ സൂപ്പർഫാസ്റ്റിൽ കയറ്റി എന്നിട്ട് അവരോട് പറഞ്ഞു ടൗണിൽ ഇറങ്ങാൻ പറഞ്ഞാൽ മതി, ആരെയും ചോദിക്കുകയാണെങ്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റിസർവേഷനിൽ കയറുന്നത് അല്ലാത്ത കുറിച്ച് അറിയാൻ പറ്റും എന്നുള്ള രീതിക്കാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ട്രെയിൻ കയറുന്നതിന് മുന്നേ നോക്കുക, നിങ്ങളുടെ ട്രെയിൻ തന്നെയാണോ വരുന്നത് അല്ലെങ്കിൽ വേറെ ഏതൊരു ട്രെയിനാണോ വരുന്നത്. ഇന്നലെ ഈ വണ്ടി ലേറ്റായിരുന്നു, അതുകൊണ്ടാണ്. പിന്നെ വണ്ടി കുഴപ്പമില്ലാണ്ട് ഓടുന്നുണ്ട്. ഏകദേശം ആലുവയ്ക്ക് കളമശ്ശേരി സമയത്ത് നോർത്തിലെത്തേണ്ട സമയം ലേറ്റാണ്. കളമശ്ശേരി ഈ കളമശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ പ്രത്യേകത മീൻസ് അത് ഞാൻ ഇപ്പോഴും ഓർക്കുവാണ് ആ ഒരു കാര്യം. കോവിഡിന് മുന്നേ അവസാനമായിട്ടാണ് നമ്മൾ ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ യാത്ര അവസാനിപ്പിച്ചത്. അത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ. അന്ന് അതിന് ശേഷം നമ്മുടെ ആൽക്കോ ലോക്കോമോട്ടീവ്സൊക്കെ സ്ക്രാപ്പായി തുടങ്ങി, പലരും പിൻവലിക്കപ്പെടുകയും പലരും സ്ക്രാപ്പായി പോവുകയൊക്കെ ചെയ്തു. കോവിഡ് കഴിഞ്ഞ് കുറച്ചാൾ കഴിഞ്ഞിട്ടാണ് ഇത് സംഭവം ഉണ്ടായത്. ഇതാണ് നമ്മുടെ മുത്തമ്മിയാണ്. മെട്രോയുടെ മുത്തമ്മിയാടാണ്. ഇതായിട്ട് ഫ്ലാറ്റ് സൗകര്യം. ഇത് വേണേ
ഒരു പരിധി വരെ പറയാം. കൊച്ചി മെട്രോയിൽ ജോലി കിട്ടുമ്പോൾ അടിപൊളിയാണ്. അതാ നമ്മുടെ വണ്ടി നമ്മുടെ സ്വന്തം ഈ കളമശ്ശേരിയുടെ ഡിപ്പാർച്ചർ കാണാം. ഈ വീഡിയോ ഇവിടം വരെ ഉള്ളൂ. കളമശ്ശേരി എത്തിയിട്ട് അവിടെ നിന്ന് ഡിപ്പാർച്ചർ. സ്പോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്പോട്ടിന് പ്രത്യേകതയുണ്ട്. ഈ സ്പോട്ടാണ് നമ്മുടെ മഞ്ഞ സമയത്ത് നിങ്ങൾ ഈ ഒരു സ്പോട്ടിലേക്ക് വരണം. അടിപൊളിയാണ്. ഞാൻ പണ്ട് വെളുപ്പിന് നമ്മുടെ പാസഞ്ചറിന് വന്നതിലൂടെ കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഫുള്ള് കോട മൂടി കിടക്കുന്നുണ്ടാവും ഈ പാടം. ഏകദേശം മഞ്ഞ സമയത്ത് വരണം നമ്മളിവിടെ, അപ്പോഴാണ് അടിപൊളി. ഇപ്പോൾ പിന്നെ മഞ്ഞോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അടിപൊളി സ്ട്രെച്ചാണ് ഈ ഒരു സ്ട്രെച്ച്. പിന്നെ അതിനോട് ചേർന്നിട്ടുള്ള ഒരു ചെറിയ പുഴ ഇവിടെ ഒഴുകുന്നുണ്ട്. നമുക്ക് നോക്കാം, നോക്കിയാൽ കാണാം. ഇവിടൊക്കെ ഈ ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ കോട മൂടി കിടക്കും. ഇവിടെയൊക്കെ ഇങ്ങനെ കോട മൂടി കിടക്കുന്ന സ്ഥലങ്ങളാണ്. ഇതാണ് ഞാൻ പറഞ്ഞ തോട് കണ്ടു. എന്താ ഭംഗി, പ്രത്യേക ഭംഗിയായി. ഈ ഒരു റെയിൽവേ സ്റ്റേഷനും ഒക്കെ പരിസരങ്ങളൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ്. കൂടുതലും ഈ ഒരു ഇതിൽ സ്ട്രെച്ചിൽ നമ്മൾ ട്രെയിനാണ് വരുന്നെങ്കിലും ചുരുക്കം ഇപ്പോൾ നമ്മുടെ ഈ പാസഞ്ചർ പോലെയുള്ള പാസഞ്ചേഴ്സ് നിർത്തുന്നുണ്ട്, പാസഞ്ചർ വണ്ടികൾ നിർത്തുന്നുണ്ട് അതിൽ. പിന്നെ രാത്രി പോകുന്ന വണ്ടി ഇവിടെ നിർത്തുന്നില്ല കേട്ടോ. രാത്രിയിൽ പോകുന്ന ഗുരുവായൂർ പാസഞ്ചർ ഇവിടെ നിർത്തില്ല. ഈ വണ്ടി മെമു നിർത്തും, ഷൊർണൂർ മെമു നിർത്തും. 3 വണ്ടിയാണ് നിലവിലൂടെ നിർത്തുന്നത്. അപ്പം നമ്മുടെ വണ്ടി ഇതാ കളമശ്ശേരിയിലെത്തുകയാണ്. ഈ സ്റ്റേഷനായിട്ടൊക്കെ ഒരുപാട് ഓർമ്മകളുണ്ട്. അതായത് കോവിഡിന് മുമ്പ് ലാസ്റ്റ് സമയം സ്പെൻഡ് ചെയ്ത് ഇവിടെ വെച്ചിട്ടായിരുന്നു. അന്ന് കാലത്ത് നമ്മുടെ ലോക്ക്ഡൗൺ വരുന്നതിന് ഒരു ദിവസം മുമ്പ് ഞാൻ ഇവിടെ വന്നിരിക്കുക. നമ്മളിവിടെ ട്രെയിൻ ഇറങ്ങിയിട്ട് വർക്ക് കഴിഞ്ഞിട്ട് വൈകുന്നേരം പാസഞ്ചറിൽ കയറി പോവുകയായിരുന്നു. എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട് ഈ കളമശ്ശേരി വന്നിട്ട് അന്ന് ലാസ്റ്റ് ദിവസം, കോവിഡിൻ്റെ തലേ ദിവസം, അതായത് പിറ്റേ ദിവസം തൊട്ടാണല്ലോ വണ്ടികളൊക്കെ ഇതായി തുടങ്ങിയത്. ലോക്ക്ഡൗൺ വന്നത് പിറ്റേ ദിവസം തൊട്ടാണല്ലോ. അപ്പം ഇപ്പം എനിക്ക് ഇപ്പോഴും ആ ഒരു ഓർമ്മകൾ മനസ്സിൽ നിന്ന് പോകുന്നില്ല. കാര്യം അന്നൊക്കെ ഇൻ്റർസിറ്റി ഉണ്ടല്ലോ, നമ്മുടെ എറണാകുളം കണ്ണൂർ ഇൻ്റർസിറ്റിയൊക്കെ ആൽക്കോ വെച്ചായിരുന്നു ഓടിയിരുന്നത്. ബസ് പോകുന്നുണ്ടോ, പ്രൈവറ്റ് ബസ് പോകുന്നു. അപ്പം അങ്ങനെ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് ഓർമ്മകൾ തങ്ങി നിൽക്കുന്നൊരു റെയിൽവേ സ്റ്റേഷനാണ്. ഇതെന്തായാലും ഇതിനോടൊപ്പം വരില്ല. നമ്മുടെ ട്രെയിൻ ജേർണി വീഡിയോയിൽ ഈ വീഡിയോ വരില്ല, ഇത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ വരുള്ളൂ. അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് നമ്മൾ പാസഞ്ചറിൽ വന്നിറങ്ങിയപ്പോൾ ഇടയ്ക്ക് ചില ദിവസം നമ്മുടെ ഇലക്ട്രിക് ലോക്കോ ആയിരിക്കും വരിക, ചില ദിവസം ഈ പറഞ്ഞ പോലെ ഡീസൽ ലോക്കോ ആയിരിക്കും വരിക. ഇവിടെ അന്നെന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ പണി നടക്കുന്നുള്ളൂ ഈ ഒരു ഏരിയയിൽ. ഇപ്പോഴും ഓർമ്മയുണ്ട്, ഇവിടെ വന്ന് ഇറങ്ങിയിട്ട് കുറച്ച് നേരം കൂടി ആ സമയത്ത് നമ്മുടെ ഈ പാസഞ്ചർ ഉണ്ടല്ലോ, നമ്മുടെ ഈ പാസഞ്ചറൊക്കെ അപ്പം ഈ പാസഞ്ചർ കടന്നു പോകും. നിലമ്പൂർ കോട്ടയം കടന്നു പോകും, അല്ല കോട്ടയം നിലമ്പൂർ കടന്നു പോകും. പിന്നെ അതേപോലെ നമ്മുടെ ഇവിടെയൊക്കെ എത്രയോ നടന്നിട്ടുണ്ടെന്നറിയാമോ. പണ്ട് ഇവിടെ ഇറങ്ങിയിട്ട് ഇതിൽ കൂടെ നടന്നങ്ങടെ അപ്പുറത്തേക്ക് കിടക്കും. ഇത് ഗുഡ്സ് യാർഡാണ്, കളമശ്ശേരിയിലെ ഗുഡ്സ് അൺലോഡിങ് സ്പേസാണ് ഈ കാണുന്നത്. ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ നമ്മൾ മറക്കും. ട്രെയിൻ സ്പോട്ടിങ്ങിന് പറ്റിയ സ്ഥലമാണ്. ഇതിൽ കൂടെയും ഇറങ്ങാം, അപ്പുറത്തെ സൈഡിൽ കൂടെ ഇറങ്ങാം. നമ്മുടെ എടപ്പള്ളി ഭാഗത്തോട്ട് പോവുകയാണെങ്കിൽ ഞങ്ങൾ അപ്പുറത്തേക്ക് ഇറങ്ങാം. ഇവിടുത്തെ ഇങ്ങനെ ഇറങ്ങിയിട്ട് നേരെ നടക്കും, കുറിച്ച് കിടക്കും. ഭയങ്കര റിസ്ക്കാണ്. അതിനുശേഷം പിന്നീട് കോവിഡ് കഴിഞ്ഞ് കുറച്ച് നാളും കൂടി കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ആൽക്കോ ലോക്കോമോട്ടീവ്സൊക്കെ
ഡ്യൂട്ടിയിൽ നിന്ന് പിൻവാങ്ങി. ഇപ്പോഴും അതെ, ഒരുപാട് ഓർമ്മകൾ നിലനിൽക്കുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് കളമശ്ശേരി. അപ്പോൾ അങ്ങനെ നമ്മൾ കളമശ്ശേരി കഴിഞ്ഞു. എന്താ തിരക്കിറങ്ങി നോക്കി ഗൈസ്. എടപ്പള്ളിയിൽ നമ്മൾ എത്തി, നമ്മൾ പുറപ്പെട്ടു. നമ്മളെ അടുത്ത സ്റ്റോപ്പ് എറണാകുളം ടൗൺ. ഞാൻ പറഞ്ഞു വന്നത് അന്നൊക്കെ നമ്മുടെ ആൽക്കോ ലോക്കോമോട്ടീവ്സ് ആയിരുന്നു മിക്ക ട്രെയിനുകൾക്ക് റോൾ ചെയ്തുകൊണ്ട്. പിന്നീട് കുറേ കാലങ്ങൾക്ക് ശേഷം ഈ പറഞ്ഞ പോലെ ആൽക്കോ ലോക്കോമോട്ടീവ്സ് മാറി ഇലക്ട്രിക് ലോക്കോസ് വന്നു, WP4 വന്നു, WP7 ഒക്കെ വന്നു. അപ്പം ശരിക്കും അന്നൊക്കെ ഒരുപാട് വിഷമം തോന്നി. ലാസ്റ്റ് ദിവസമൊക്കെ നമ്മൾ ഈ ഒരു കോവിഡിൻ്റെ സമയത്ത് അവിടെ ഇരുന്നപ്പോൾ ഒത്തിരി വിഷമം തോന്നി. അതിനുശേഷം പിന്നെ പിറ്റേ ദിവസം തൊട്ട് ലോക്ക്ഡൗൺ ആയിരുന്നു. ഇത് നമ്മുടെ ഫുള്ള് കാടാണ്. ഉണ്ടോ അപ്പുറത്തെ സൈഡൊക്കെ വീടുകളുണ്ട്. ഉണ്ടോ ഇത് ട്രാക്ക്, ഇവിടെ ഒരു ട്രാക്ക് ഉണ്ടോ? ഇതിൻ്റെ ഡെഡ് എൻഡ് ലൈനാണ് പോകുന്നത്. അതിൻ്റെ ഇടയിൽ ട്രാക്ക് ഉണ്ട്, അത് ഡെഡ് എൻഡാണ്. ശരിക്കും ഒന്ന് വെട്ടിക്കളഞ്ഞ് ശരിക്കും ഒരു നല്ല രീതിയിലാക്കണം അല്ലേ? ഇതൊന്നും ഭക്ഷണമല്ലോ എന്തായാലും. ഇവിടെ ഉണ്ടോ? ഇതൊക്കെ തോടാണ് ശരിക്കും. എടപ്പള്ളി തോട്. ആലയം കഴിഞ്ഞ് എടപ്പള്ളി കഴിഞ്ഞ് നമ്മളിതാ പോവാണ്. കന്യാകുമാരി പൂന ജയന്തി ജനതയാണ് കടന്നത്. മേമ്പുക്കുട്ടിയിലൊന്നും വലിയ തിരക്കുണ്ടാവില്ല കേട്ടോ. നല്ല മേമ്പുക്കുട്ടിയിൽ നല്ല തിരക്ക്. ICFിൻ്റെയും LHBയുടെ ട്രാക്ക് സൗണ്ട് തമ്മിലുള്ള വ്യത്യാസം. ICFിൻ്റെ ട്രാക്ക് സൗണ്ട് എന്ന് പറഞ്ഞൊരു മെലഡി ട്രാക്ക് സൗണ്ടാണ്. പക്ഷേ LHBയുടെ ട്രാക്ക് സൗണ്ട് എന്ന് പറഞ്ഞൊരു പാട്ട് ഈ ഡ്രമ്മ കൊട്ടുന്നതിലൂടെ ഫീലാവുന്നത് ICF. അപ്പം ഞാനിനി ഒന്നും മിണ്ടൂല കേട്ടോ. ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. പക്ഷേ ഇത് സംഭവം ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ തോടുകൾ പോകുന്നുണ്ട്. അതിൻ്റെ ഇടയിലൊക്കെ ഈ തോട് ഇവിടെ വന്നിട്ടല്ലേ. അവിടെ മറ്റേ എക്സ്കവേറ്റർ കിടക്കുന്നു, JCB ഉണ്ട് അവിടെ. ഇവര് വെടുപ്പാക്കി, റെയിൽവേ വെടുപ്പാക്കിയതാണോ? ഇതിൻ്റെ ഇടയിൽ വീടുകളൊക്കെ ഉണ്ട്, കണ്ടാൽ നോക്കിയാൽ കാണാം. പക്ഷെ ഇതൊക്കെ മിക്കവാറും റോഡും ഉണ്ട് കണ്ടോ, സൈഡ് റോഡ്.
ഉള്ളൂ. ഇനി പുറപ്പെടുന്നതിൻ്റെ വിഷയം വന്ന വണ്ടിയിലും ഉണ്ടായിരുന്നു അത്യാവശ്യം. നമ്മൾ പോയ വണ്ടി എടുക്കും. അപ്പോൾ നോർത്തിൽ നിന്ന് പുറപ്പെട്ടു നമ്മുടെ വണ്ടി. വലിയ തിരക്കൊന്നും കാണാനില്ല കേട്ടോ. സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ടാണ്. ഇന്നലെ നല്ല റഷായിരുന്നു. എറണാകുളം ടൗണിലും അതെ, ജംഗ്ഷനിലും അതെ. ഓരോ വണ്ടി വരുമ്പോൾ കൊട്ടക്കണക്കിന് ആൾക്കാരാണ് കയറാൻ. ചേരേണ്ട ഈ വണ്ടിക്കാണ് പിള്ളേര് നല്ല എന്നിട്ടാണ് നമ്മുടെ വണ്ടിയിൽ ചാടി കയറാവുന്നത്. അവർക്ക് അറിയില്ല, എന്നാൽ പറഞ്ഞു കൊടുക്കണ്ട, അല്ലെങ്കിൽ ആരോടെയും ചോദിക്കണ്ട ഇത് ഏതാ വണ്ടി. ഇതൊന്നും ചെയ്യാതെ ഇപ്പം അതിവിടെയൊക്കെ നല്ല തിരക്കുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ നല്ല തിരക്കുണ്ട് ഫ്രണ്ട് സൈഡിൽ. ബാക്കിൽ തിരക്ക് കാണാണ്ടായപ്പോൾ ഞാൻ ചോദിച്ചത് തിരക്കില്ലേ. എന്നാലും അത്രയ്ക്കില്ല ഇന്നലത്തെ കമ്പയർ ചെയ്യുമ്പോൾ. എത്ര 5 മണിക്കൂറോ? 5 മണിക്കൂറോ കേരളയിലേക്ക്? എന്നത് യൂണിവേഴ്സിറ്റി രക്ഷപ്പെട്ടു. അപ്പോൾ യൂണിവേഴ്സിറ്റി രക്ഷപ്പെട്ടു. അടിപൊളി ഭംഗിയുള്ള റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. അത് ഇത് റോഡ് പാലം, അതിൻ്റെ മേലെ കാണുന്നതാണ് മെട്രോ പാലം. പണ്ട് ഇതിൽ കൂടെയൊക്കെ വഴിയുണ്ടായിരുന്നു, ഇവരത് അടച്ചു കെട്ടിയുണ്ട്. ഇതിൽ കൂടെയൊക്കെ ഇങ്ങനെ ഇറങ്ങി വരായിരുന്നു പണ്ട്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ വൈകുന്നേരം സമയത്ത് ഇതുപോലെ ആളുകൾ കയറുന്നതുകൊണ്ടാണ് അത് അടച്ചു. ഷോറൂമാണ് കേട്ടോ. കാർ വാഷ് സെൻ്ററുകൾ. ഇത് നമ്മുടെ ലിസി ഹോസ്പിറ്റൽ. ഇന്ന് നമ്മളെ കാത്തിരിക്കുന്ന ആരാണോ ബാക്കിൽ എറണാകുളം ഉള്ളതുകൊണ്ട് ഇവനെ വേഗം പിടിച്ചു. ഇന്നലെ എറണാകുളം ഇവനെ തേച്ചു. ഇവിടെ നമ്മുടെ ഫ്രണ്ടിൽ ഇതുണ്ട്, ഐസ്ക്രീമിൻ്റെ ഒരു സ്റ്റോറുണ്ട്. അത് കോട്ടയം ലൈനാണ്. കുറച്ച് വെട്ടി കളഞ്ഞു, കാടൊക്കെ വെട്ടി കളഞ്ഞ് അടിപൊളിയായിട്ട്.
ഒക്കെ നോർത്ത് സൗത്തിലോട്ട്, അതായത് ജംഗ്ഷനിലോട്ട് കയറുകയാണ്. നമ്മുടെ വണ്ടിയുടെ ഡെസ്റ്റിനേഷൻ ഇതാണ്. ഇതേ വണ്ടി തന്നെയാണ് വൈകിട്ട് കായംകുളം പാസഞ്ചറായിട്ട് പോകുന്നത്. അവിടെ നിന്ന് ആരോ ഹോം ചെയ്യുന്നുണ്ട്. നമ്മുടെ വണ്ടി തന്നെയാണ്. നമ്മുടെ വണ്ടി തന്നെയാണ്. ഇതാണ് കോട്ടയമുണ്ട്. അതായത് ഇതാണ് കോട്ടയത്ത് നിന്ന് എറണാകുളം ജംഗ്ഷനിലോട്ട് വരുന്നത്. ഈ റൂട്ടിലാണ് മാഷിലിങ്ങാടൊക്കെ ഉള്ളത്. എനിക്ക് തോന്നുന്നു 5-ലെല്ലാം പോകുന്നത് 2-ലേക്കാണ്. പോക്ക് കണ്ടിട്ട് 2-ലേക്കാണ്. അല്ലല്ലല്ല, പിന്നെ നമ്മുടെ സ്ഥിരം ലൊക്കേഷൻസാണ്. ഇത് ലോണ്ടറിയാണ്. ലോണ്ടറി ഇതവിടെ ഒരു P4 കിടക്കുന്നു. P4 ഉണ്ട്, ഒരു P7 ഉണ്ട്. ഇതുണ്ടോ P4 ആൻഡ് P7? ഇതുണ്ടോ? ഇതുണ്ടോ? ഇത് മിക്കവാറും നമ്മുടെ ബാക്കിൽ കിടക്കുന്നത് നമ്മുടെ പാസഞ്ചറിൻ്റെ ലോക്കോ ആയിരിക്കും കേട്ടോ. രാത്രിയിൽ വരുന്ന പാസഞ്ചറിൻ്റെ ലോക്കോ ആയിരിക്കും ബാക്കിൽ കിടക്കും. ആ ലോക്കോ തന്നെയായിരിക്കും മിക്കവാറും. നമ്മളിപ്പോൾ 2-ലേക്കാണ് കയറുന്നത്. ഇത് നമ്മുടെ ചെക്കൻ അവിടെ നിൽക്കുന്നുണ്ട്. ഇന്നലെയും ഇന്നൊക്കെ ഷണ്ടിങ് ഡ്യൂട്ടിയിൽ നമ്മുടെ ആൽക്കോന്നാണ് അവിടെ കിടക്കുന്നത്. അവിടെ നിൽക്കുന്നുണ്ടാവും. അവനാരെയോ ഷണ്ട് ട്രാക്ക് മാറിയതാണ്. ട്രാക്കിനൊരു ബലമില്ല കേട്ടോ ഗൈസ്. പക്ഷെ എൻ്റെ പൊന്നു കണ്ടോ എൻ്റെ വ്യൂ എടുത്തത്. നമ്മുടെ ആൽക്കോ ചിക്കൻ അവിടെയുണ്ട്. 13493. ഇത് പറ്റ്ന സൂപ്പർഫാസ്റ്റ്. ഈ വണ്ടിയാണ് നമ്മളെന്നെ ഓവർടേക്ക് അടിച്ചത് ഇവിടെ വെച്ച്, ഒല്ലൂർ വെച്ച് ഓവർടേക്ക് അടിച്ച വണ്ടിയാണ് ഈ കിടക്കുന്നത്. ഏറനാടിൽ ഇന്നും തിരക്കിനൊരു കുറവില്ല. ഈ ട്രെയിൻ വൈകിട്ട് കായംകുളം പാസഞ്ചറായിട്ടായിരിക്കും ഇവിടെ നിന്ന് പുറപ്പെടുന്നത്.